നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ശരത്തെ, നമ്മുടെ വീണ്ടും കേരളത്തിൽ മോദി. അതെ, കുറെ പേരെ എന്താ പറയുക, ആവേശം ഉണ്ടാക്കിയും കുറെ പേരെ ഹാലിളക്കിയും എത്തിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇവിടെ തോന്നക്കൽ നടന്ന ശാസ്ത്ര ഒരു മീറ്റിംഗിൽ മോദിയെ കുറെ പരിഹസിച്ച് സംസാരിച്ചു. ഇന്നിപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണെങ്കിൽ അതിന് അദ്ദേഹം മറുപടി പറയും എന്നൊക്കെയാണ് ചില BJP നേതാക്കൾ പറയുന്നത്. മറുപടി പറയുമോ എന്നറിയില്ല. അപ്പം ചിലർക്കൊക്കെ ശരത്ത് പറഞ്ഞതുപോലെ ഇത്തിരി ഹാലിളകിയിട്ടുണ്ട്, ചിലർക്കൊക്കെ ഇത്തിരി ആവേശം മൂത്തിട്ടുണ്ട്, ചിലർക്കൊക്കെ ആവേശം അങ്ങ് ഉച്ചസ്ഥായിലായിട്ടുണ്ട്. മോദി വീണ്ടും വരുന്നു, ഇനിയും വരുമെന്നാണ് പറയുന്നത്. ഇത് രണ്ടാമത്തെ വരവേ ആയുള്ളൂ. ഇനി 2 പ്രാവശ്യം കൂടി എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തായാലും ഒരു വരവ് എന്തായാലും കാണും. അതിന് മുന്നോടിയായിട്ട് ഒരു വരവ് കൂടെ വരും. കാരണം ഇത്തവണ അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, കാരണം ഇപ്പൊ നടത്തിയൊരു പഠനങ്ങളിലൂടെ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ കേരളത്തിനെ അവർ വല്ലാണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതായത് ഇത്തവണ കേരളത്തിൽ ഏതൊരു സീറ്റും കൊണ്ടേ പോകൂ എന്ന് ഉറപ്പിച്ചാണ് അവർ. അങ്ങനെ പറ്റുമെന്നാ പറഞ്ഞിരിക്കുന്നത്. മിനിമം 2 സീറ്റ് ജയിക്കണം. 2 or 3 സ്ഥലത്ത് 2ാം സ്ഥാനത്തും വരണമെന്ന് കർശന നിർദ്ദേശമാണ്. അത്രയും അനുകൂലമായ ഒരു ഗ്രൗണ്ടാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലമാണ്. കാരണം സർക്കാർ വിരുദ്ധമായിട്ട് ജനവിരുദ്ധമായിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ ആ ഒരു ജനവിരുദ്ധമായ ഒരു രീതിയിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഇപ്പൊ ഏകദേശം താഴ്ന്നു നിൽക്കുന്ന പ്രതിപക്ഷത്തിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അടികൊള്ളുന്ന ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും മൂന്നാമതൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ നിൽക്കുകയാണ് ജനം. ഈ ഒരു സമയത്ത് എടുത്താൽ കിട്ടും. ആ രീതിയിലാണ് നിൽക്കുന്നത്. ഒരു സാധ്യതയുണ്ട്. ഈ പറഞ്ഞ തിരുവനന്തപുരത്തും തൃശ്ശൂരും വലിയ സാധ്യതകളും, മറ്റ് ചില മണ്ഡലങ്ങളിൽ കാസർഗോഡ്, മാവേലിക്കര, ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയൊരു മുന്നേറ്റവും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കത്ത് ഉയരാൻ വേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിക്കഴിഞ്ഞാൽ അത് നേടാൻ പറ്റും എന്ന് തന്നെയാണ് കരുതുന്നത്. അത് ഏത് നിലവാരത്തിലേക്ക് എത്തും നമുക്കറിയില്ല. എന്തായാലും മോദിയുടെ വരവോടുകൂടി ആ ഒരു പ്രതീക്ഷയ്ക്ക് ശക്തി കൂടിയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നാളെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് അദ്ദേഹം പ്രധാനമായിട്ടും കേരളത്തിൽ എത്തിയത്. ചടങ്ങിന് ശേഷം അദ്ദേഹം കൊച്ചിയിൽ ഒരു ഉദ്ഘാടനം കൂടി നടത്തിയ ശേഷം തിരിച്ചു പോകും. അപ്പോൾ നാളെ ഗുരുവായൂർ അമ്പലത്തിലേക്കായിരിക്കും എല്ലാവരുടെയും കണ്ണുകൾ. അതെ, അവിടെ ഒന്നാമതായി ഇപ്പൊ അതിനൊരു VVIP ഒരു ഇതായിട്ടുണ്ട് മൊത്തത്തിൽ. കാരണം നാളെ മോദിയോടൊപ്പം തന്നെ വരാൻ പോകുന്നത് മോഹൻലാൽ വരുന്നുണ്ട്, ഭാര്യ വരുന്നുണ്ട്, അതുപോലെ തന്നെ ജയറാമിന്റെ ഭാര്യ, യുവതാരങ്ങളടക്കം കുറെ പേര് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നവീനടക്കം പേരുകൾ പറയുന്നുണ്ട്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എല്ലാ കണ്ണുകളും അത് തന്നെയാണ്. നാളത്തെ വാർത്താ ചാനലുകളും എല്ലാം ഈ ഒരു സമയത്ത് മിക്കവാറും എല്ലാവരും വരുന്നത്, കണ്ണുകൾ പതിക്കുന്നത് ചിലപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ തന്നെ ആയിരിക്കും. അതെ, ഇതിപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങ് എന്നതിലുപരി ഇതിന് രാഷ്ട്രീയമായ ഒരു അവസ്ഥ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ ഒന്ന് ആവേശഭരിതരാക്കാനും തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. അതിൽ രാഷ്ട്രീയം തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടം BJPക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായുള്ള ഒരു സന്ദർശനം കൂടിയാണ് ഇത്. ഇപ്പോൾ നാളത്തെ ആ ഒരു പരിപാടിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോദി അങ്ങ് തിരിച്ചു പോകും. അതിനുശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് പല റൗണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചർച്ചകൾ നടക്കുക. അതിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും, ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം, ഏതൊക്കെയാണ് A ക്ലാസ് മണ്ഡലങ്ങൾ, അതിൽ A+ ക്ലാസ് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ ചർച്ചകളാണ് നടക്കുന്നത്. ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ വലിയൊരു മുന്നേറ്റം കേരളത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മോദിയും JP നദ്ദയും അമിത്ഷായും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ നേതൃത്വത്തെ അതിൻ്റെ കാര്യങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പം നാളെ ഇപ്പം VIP കല്യാണം, ശരത്ത് പറഞ്ഞല്ലോ, VIP അല്ല VVIP കല്യാണം അല്ലേ, VVIP കല്യാണം. കനത്ത സുരക്ഷയാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തുന്നുണ്ട് രാവിലെ 10:30 തന്നെ. അതും വളരെ പ്രാധാന്യത്തോടെ ഈ അടുത്ത ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് കത്തയച്ചു. പ്രത്യേകമായ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശ്രീരാമസ്വാമിയുടെ ആ അനുഗ്രഹം കൂടി തേടാനായിട്ട്, കാരണം ശ്രീരാമ പ്രതിഷ്ഠ നടക്കുന്നുണ്ട് 22-ാം തീയതി അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് മോദി വ്രതത്തിലാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ശ്രീരാമ പ്രതിഷ്ഠ കൂടി കാണുന്നതിനായിട്ട് ശ്രീരാമ ക്ഷേത്രം കൂടി സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൃപ്രയാർ പോകുന്നത്. തൃപ്രയാറിൻ്റെ വേറൊരു പ്രത്യേകത, TN പ്രതാപൻ്റെ പ്രദേശമായ നാട്ടിക തൃപ്രയാറിന് സമീപമാണ്. നാട്ടികയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കും, സ്വന്തം നാട്ടിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് MP TN പ്രതാപൻ പറയുന്നത്. അപ്പം അവിടെ പോയിട്ട് TN പ്രതാപൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അവിടെയുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ തെറ്റാണെന്ന് ഒരു വേള മോദി ചിലപ്പം ഉറക്കെ പറഞ്ഞു കളയും. അല്ലെങ്കിൽ അത് ഇപ്പം അദ്ദേഹം അവിടെ പ്രസംഗിച്ചില്ലെങ്കിലും BJP പ്രവർത്തകർ ആ ഒരു കാര്യം അവിടെ സൂചിപ്പിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നാളെ വേറൊരു കുറെ വിവാദങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മനപ്രയാസമുണ്ടായ ഒരു വിവാഹം കൂടെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം ഇത്രയൊക്കെ ആവേശം ഉണ്ടെങ്കിൽ പോലും പല രീതിയിൽ നമുക്കറിയാം, സൈബർ സഹാക്കളെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ മകൾ എന്നൊരു കാരണം കൊണ്ട് ആ കുട്ടി വല്ലാണ്ട് രീതിയിൽ, കാരണം ഒരു മംഗളകരമായ കാര്യം ആയപ്പോലും എനിക്ക് തോന്നുന്നു ഗോകുൽ സുരേഷൊക്കെ പറഞ്ഞ ആ ഒരു കാര്യമാണ്. കാരണം സർക്കാരായാലും അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ മാനസികമായിട്ടൊക്കെ നല്ല രീതിയിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് സുരേഷ് ഗോപി എന്നൊരു രാഷ്ട്രീയക്കാരനെ മാറ്റി നിർത്തി ഒരു അച്ഛന്
നടത്തേണ്ട ഒരു കാര്യങ്ങൾ അങ്ങനെയൊക്കെ രീതിയിൽ ഒന്ന് ചിന്തിക്കണം കുറച്ചുകൂടെ. അപ്പൊ ആ രീതിയിലൊക്കെ ഇപ്പൊ നാളെ വേറെ രീതിയിൽ പറയുന്നത് നാളെ എത്രയോ വരെ കല്യാണമൊക്കെ മുടങ്ങുന്നു. 80 കല്യാണങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. അതിലാർക്കും മുടക്കമൊന്നും വരുന്നില്ല. സമയക്രമീകരണത്തിൽ പ്രധാനമന്ത്രി ഇപ്പൊ നരേന്ദ്രമോദിയിലെ വേറെ ആരായാലും ശരി തന്നെ അത് ആ സമയത്ത് മാറ്റണം. പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയാണ്, ആ സമയം മാറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സുരക്ഷ ഗുരുവായൂരിലോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ? അതെ, ഇത് മൊത്തത്തിൽ അങ്ങ് മാറി. ഈ ഒരു നിയമമേ മൊത്തത്തിൽ മൊത്തം മാറിപ്പോയേനെ അല്ലേ? അതെ അതെ. നേരത്തെ തൃശ്ശൂരിൽ തന്നെ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ പറ്റില്ല, വഴിയോര കച്ചവടക്കാർക്ക് ഇറച്ചി വെട്ടാൻ പാടില്ല, അടുപ്പ് കത്തിക്കാൻ കറുത്ത കുട ചൂടാൻ പാടില്ല. എന്തൊക്കെയായിരുന്നു? വഴി ബസ് കാത്തുനിന്ന് ഏതോ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി ഏതോ സ്റ്റേഷനിൽ കൊണ്ട് പറയുന്ന രീതി. അത് മാത്രമല്ല, അയ്യപ്പന്മാർക്ക് സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റും. കറുത്ത വസ്ത്രം ധരിക്കാതെ എങ്ങനെ ശബരിമലയിൽ പോകും? മാത്രമല്ല വേറെ പ്രശ്നമുണ്ട്. നാളെ മുഖ്യമന്ത്രി എല്ലാം വരുന്നെങ്കിലും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരുന്നു. ഗുരുവായൂർ ഇപ്പൊ സീസൺ ആയിട്ട് തന്നെ എല്ലാവരും ഗുരുവായൂർ സന്ദർശിക്കുന്നത് അയ്യപ്പന്മാരൊക്കെ, അവരൊക്കെ കറുപ്പ് നടക്കുന്നത്. ഇവരപ്പം മുഖ്യമന്ത്രി എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ പുറത്തിറങ്ങുന്നില്ലായിരിക്കും, അല്ലെ കണ്ണടച്ചിറങ്ങുമായിരിക്കും. നിലവിളക്ക് കൊളുത്താൻ പറ്റൂല, കാരണം തീപ്പെട്ടി ഉരയ്ക്കാൻ നിലവിളക്ക് കൊളുത്താൻ പറ്റൂലല്ലോ. അപ്പം വല്ലതും പൊട്ടിത്തെറിച്ചാലോ എന്ന് ഭയന്ന് അതും പറ്റൂല. ഒന്നും പറ്റാത്ത അവസ്ഥയായതിനെ. മോദി വരുമ്പോൾ ഏതായാലും ശരത്ത് പറഞ്ഞതുപോലെ വലിയ സുരക്ഷയൊന്നുമില്ല. സുരക്ഷയുണ്ട്, അത് പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷ മാത്രമേ അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ജീവൻ രക്ഷ ആൾക്കാരൊന്നും കാണില്ല. രക്ഷാപ്രവർത്തനം ഡിവൈഎഫ്ഐക്കാരുമില്ല. അതൊരു ഗുണമുണ്ട് അങ്ങനെ. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു വിവാഹത്തെ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഈ വിവാഹം കൊണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകൾ ആയതുകൊണ്ട് തന്നെ കുറെ ഒരുപാട് നേരിട്ടുണ്ട്. അല്ല, ആ ഫാമിലിയെ തന്നെ പല രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ. ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ച സമയം മുതൽ, മോദി വരുന്നു എന്നറിഞ്ഞ സമയം മുതൽ തന്നെ ഇവിടെ CPM സൈബർ ഗുണ്ടകളൊക്കെ തന്നെ വ്യാപകമായിട്ട് ആ കുടുംബത്തെ ഒന്നടങ്കം പല രീതിയിൽ വിമർശിക്കുകയല്ല, പല രീതിയിൽ പരിഹസിക്കുകയും പല രീതിയിൽ അവരെ അവഹേളിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊന്നും യാഥാർത്ഥ്യമൊന്നുമില്ല. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നു. അതിന് ഇത്ര സഹികേട് കാണിക്കേണ്ട കാര്യം എന്താണ്? ഇത്ര ഞെളിപിരി കൊള്ളേണ്ട കാര്യം എന്താണ്? ചൊറിച്ചിൽ എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കും. മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഏതൊരു പൗരനും അവരുടെ രാഷ്ട്രീയ പാർട്ടി ആരായിരിക്കണം തീരുമാനിക്കാനുള്ള വ്യക്തമായൊരു ഇതുണ്ട്, ബോധ്യമുണ്ട്. അതെ, സുരേഷ് ഗോപി ഒരു നടൻ എന്നതിലുപരി ഇപ്പൊ ഈ ഒരു പാർട്ടിയിലൂടെ വന്നതാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു വിവാദങ്ങൾക്കും ട്രോളുകൾക്കും കേൾക്കാൻ കാരണം സുരേഷ് ഗോപി പ്രത്യേക ഒരു പാർട്ടിയിലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോ ഈ ശോഭന ആയാലും MT വാസുദേവൻ നായർ ഇപ്പൊ അനുഭവിക്കുന്നതായാലും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ KS ചിത്ര ആയാലും അനുഭവിക്കുന്നത് ഈ ഒരു പാർട്ടിയോട്, പാർട്ടിയെ പരമായിട്ടും അല്ല, അത് അവര് ബെസ്റ്റ് പ്രതികരിച്ചു എന്ന് പറയുന്ന പേരിലാണ് ഇവരെല്ലാം കൂടെ മൊത്തമായിട്ട് മറ്റേ അതിനകത്ത് വർഗീയവൽക്കരണം സംഘടനയാക്കിയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ രീതിയിൽ പോകണ്ട. ഒരു നടൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു കേരളത്തിലൊരു ആളെന്ന രീതിയിൽ ആ ഒരു പരിഗണന കൊടുത്താൽ പോരെ. പേഴ്സണൽ കാര്യമാണ് കല്യാണം. അല്ലെങ്കിൽ തന്നെ എത്രയോ VVIP കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ഗുരുവായൂർ തന്നെ, ഇവരെല്ലാരും കാണുന്നുണ്ട് ഇതുപോലെ. ഇപ്പൊ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് മാത്രം ഇതൊരു വലിയ വിഷയമാക്കി. അതുപോലെ ഗോകുൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവര് അദ്ദേഹം പറഞ്ഞ ഒരു മകൻ എന്ന ഒരു ചുമതല ഉള്ളതുകൊണ്ട് തന്നെ, അതായത് ഒരു സ്വന്തം സഹോദരന്റെ ചുമതല ഏൽക്കേണ്ടതുകൊണ്ട് തന്നെ ഈ കേരള പോലീസ് പറയുന്നത് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാരിക്കേഡ് ഇത്രയും 600 ബാരിക്കേഡ് വേണം, ഇത്രയും വലിയ ഷീറ്റ് മറയ്ക്കണം. ഇവർ പെട്ടെന്നാണ് ഇതൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇവർക്കിത് നടത്താമില്ല. കാരണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാം. അപ്പൊ ഇങ്ങനെ ഓരോ രീതിയിലും പറഞ്ഞ് ഇവരെ മനഃപൂർവ്വം ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഗോകുൽ സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കാര്യമല്ല. അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നതിന് സുരക്ഷ ഒരുക്കേണ്ട ചുമതല കേരള പോലീസിനാണ്. കേരള പോലീസിനടുത്ത് ആ ചുമതല ഉള്ളത്. അത് മാത്രമല്ല ഇവർ ചെയ്യണം എന്ന രീതിയിൽ. അതെങ്ങനെ ഇവർ ചെയ്യണ്ടേ? ഇവരുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാലും പ്രധാനമന്ത്രിയാണ് വരുന്നത്. അതിന് സുരക്ഷ ഒരുക്കേണ്ടത് കേരള ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ്. ബാരിക്കേഡ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്നല്ല, ശാസ്ത്രമംഗലത്ത് നിന്നല്ല കൊണ്ട കൊടുക്കേണ്ടത്. ഇവിടെ പോലീസിന്റെ ബാരിക്കേഡാണ് യൂസ് ചെയ്യേണ്ടത്. പോലീസ് ബാരിക്കേഡാണ് അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടത്. അല്ലാതെ സുരേഷ് ഗോപിയുടെ മകനോട് 600 ബാരിക്കേഡ് കൊണ്ടുപോയി 1000 ബാരിക്കേഡ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ബാരിക്കേഡ്? അത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞ പ്രകാരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു കൊടുത്തു. അതൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. പക്ഷെ ഇത് പെട്ടെന്ന്, കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുന്നത്, അദ്ദേഹത്തെ സംബന്ധിച്ച് എങ്ങനെയും മംഗളകരമായിട്ട് നടക്കണം. കൂടുതൽ വിവാദങ്ങളിലൊന്നും വരല്ല. ഒന്നാമതേ വിവാദങ്ങളുണ്ട്. ഇനി പുതുതായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ഇത് ഞങ്ങള് കാരണമല്ല, അവരുടെ ഭാഗത്ത് നിന്നാലും അത് ഉണ്ടാവേണ്ടിരിക്കാൻ വേണ്ടിയാണ് അവരെങ്ങനെ ചെയ്യുന്നത്. നല്ലതായിട്ട് നടക്കട്ടെ, അവരെന്തോ പറയട്ടെ. പക്ഷെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എനിക്കൊന്നും ഈ നാളെയാലും ഈ പ്രശ്നം തീരില്ല. ഓരോന്ന് പറഞ്ഞിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതാണ് നടക്കാൻ പോകുന്നത്. അതെ, ഒരു പെൺകുട്ടിയുടെ വിവാഹം, ആ പെൺകുട്ടി എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ പിതാവിന്റെയും സഹോദരന്റെയും ഒക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഇത്രയും വലിയ രാഷ്ട്രീയ സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ, അവഹേളനങ്ങളും അപമാനങ്ങളും കളിയാക്കലുകളും ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടി എത്രമാത്രം, വിദേശത്തൊക്കെ പഠിച്ച കുട്ടിയാണ്, എന്നാൽ പോലും ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി എത്രമാത്രം മാനസിക വ്യഥയും ബുദ്ധിമുട്ടും അവൾ അനുഭവിക്കുന്നുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കി. നമുക്കെല്ലാം മക്കളുണ്ട്, പെൺമക്കളുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷേ അതൊന്നും കണക്കാക്കാതെ ഇത്
ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ശേല് എന്ന് പറയുന്ന രീതിയിലുള്ള ക്രൂരമായ ആക്രമണമാണ് നടത്തുന്നത്. മാത്രമല്ല ആ മാതാവിൻ്റെ ഒരു കിരീടം ശിരസിലണിഞ്ഞ് അതും വലിയ വിവാദമാക്കി. ആ കിരീടം ആ ശിരസിന് മുകളിൽ വെച്ചപ്പോഴേക്കും താഴെ പോയി, എങ്ങനെയോ തട്ടുകോ പിടിക്കുകയോ മറ്റോ ചെയ്ത് താഴെ പോയതാണ്, തട്ടി താഴെയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതങ്ങ് താഴെ പോയപ്പോഴേക്കും മാതാവിന് ആ കിരീടം വേണ്ട, വലിച്ചെറിഞ്ഞതാണെന്നൊക്കെയാണ് പറയുന്നത്. ഇ.പി. ജയരാജൻ പറഞ്ഞത് കാശുണ്ടെങ്കിൽ സ്വർണ്ണ കിരീടം വാങ്ങിക്കാം, അത് വോട്ടായി മാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ദേവാലയത്തിൽ കൊണ്ടുപോയി ഒരു സമർപ്പണം നടത്തിയിട്ട് ഒരു നേർച്ച സമർപ്പിച്ചിട്ട് അത് വോട്ടാക്കി മാറ്റാനാണെന്ന് ചിന്തിക്കുന്ന LDF കൺവീനറുടെ ആ ഒരു മനസ്സ്. പിന്നെ അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിന് എത്ര നമ്മൾ വില കൊടുക്കുന്നുള്ളൂ. എന്നാൽ പോലും അത്തരത്തിൽ പോലും ക്രൂരമായി അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടിയുടെ വിവാഹം, ഒരു മംഗളകർമ്മം, ഒരു ഭക്തിനിർഭരമായ ഒരു ചടങ്ങ്, ഒരു ദേവാലയത്തിൽ ഒരു സമർപ്പണം നടന്നു, ഇതിനെയൊക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നു, നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷേ ഇത്രയും വില കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരെ ഒരു പെൺകുട്ടിക്കെതിരെ ഒക്കെ തന്നെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെതിരെ നടത്തുമ്പോൾ രാഷ്ട്രീയമായി നടത്തുമ്പോൾ ഇവർക്കൊന്നും ലജ്ജയില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇത് എനിക്ക് രാഷ്ട്രീയവൽക്കരണത്തിനേക്കാൾ എനിക്ക് തോന്നിയത് വർഗീയവൽക്കരണമാണ്. കാരണം ഇവർ നടത്തുന്ന കാരണം സ്വാഭാവികമായിട്ട് ഇപ്പം ഒരു BJP അല്ലെങ്കിൽ ഒരു ഹിന്ദുവും ക്രിസ്ത്യനും കൂടെ ചേരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് വല്ലാത്ത ചൊറിച്ചിലാണ്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എപ്പോഴും BJP എന്നത് ഒരു വർഗീയ പാർട്ടിയായിട്ട് നിൽക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അതാ വോട്ട് കിട്ടുന്നെങ്കിൽ അതേ പറ്റുള്ളൂ അവർക്ക്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ഒരു പള്ളിയിൽ വരുന്നു. സുരേഷ് ഗോപി നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു ഹൈന്ദവ സവർണ മേധാവി അങ്ങനെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് ഒരാൾ പള്ളിയിലേക്ക് ഇറങ്ങി വരുന്നു, ഇത്രയും ചെയ്യുന്നു. അവിടുത്തെ ആളുകളുടെ ഇടയിലേക്ക് നടന്നു. അതേ നമുക്കറിയാം സുരേഷ് ഗോപി അടുത്തറിയാന്നുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ ഒരു കാര്യത്തിലേക്ക് മതമോ രാഷ്ട്രീയമോ അങ്ങനെ നോക്കാറില്ല, അങ്ങനെ നോക്കാറൊന്നുമില്ല. അപ്പൊ അതിനുവേണ്ടി അവർ നടത്തുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും കൊണ്ടുവന്നാലേ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് നടക്കുകയുള്ളൂ. ശരിയാണ്, തീർച്ചയായിട്ടും അതാണ് ശരത്ത് പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ്. ഭിന്നിപ്പിച്ച് നിർത്തുക, പഴയ ബ്രിട്ടീഷുകാർ ചെയ്തത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയും പോലെ ഇവിടെ മതങ്ങളെയും സമുദായങ്ങളെയും ജാതി വിഭാഗങ്ങളെയും ഒക്കെ തന്നെ ഭിന്നിപ്പിച്ച് നിർത്തുക. അവർ തമ്മിൽ ഐക്യമുണ്ടായി കഴിഞ്ഞാൽ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ ജനങ്ങൾക്കൊക്കെ വിവരം വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും കപ്പൽ കയറ്റി നാട് കടത്തും എന്ന് പറയുന്നത് പോലെ ആ അവസ്ഥ വരും. അത് ഉണ്ടാകാതിരിക്കാൻ ഇവർക്ക് ഭിന്നിപ്പിച്ചുകൊണ്ട് തന്നെ നിർത്തണം. അതിൻ്റെ ഒരു അവസ്ഥയാണ് ഈ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്തരം ക്രൂരമായ പരിഹാസങ്ങളിലൂടെയും അവഹേളനങ്ങളിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊട്ടും ഒരു നല്ല ജനതയ്ക്ക്, നല്ല ചിന്തയുള്ള ജനതയ്ക്ക്, ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് ചേർന്നതല്ല. കാരണം അതിന് വേറൊരു കാര്യം, കുറച്ച് യുവാക്കൾ നമുക്കറിയാം, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മളൊക്കെ പോകുന്നത്, ഞാൻ പള്ളിയിൽ അതായത് ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്, വെട്ടുകാട് പള്ളിയിൽ പോകാറുണ്ട്, ആറ്റുകാൽ അമ്പലത്തിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരനൊപ്പം കൊച്ചിലെ, അതായത് പഠിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കാൻ നേരത്തെ ഞാൻ അവരോട് കൂട്ടം പോയിട്ട് നോമ്പ് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു വേറൊരു ഇതായിരുന്നു. പക്ഷെ അവരങ്ങനെ ഒന്നും ചിരിച്ചില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയം. അതായത് അങ്ങനെയുള്ള രാഷ്ട്രീയം നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, അത്രയ്ക്കൊക്കെ ഉള്ളൂ. അവിടെ നമ്മളൊരു വേർതിരിവോ അങ്ങനെ ആ രീതിയിലാണ് വളർന്നു വന്നവരാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിച്ചാൽ തന്നെ നമ്മളിപ്പോൾ സുരേഷ് ഗോപിയുടെ മകളെ കുറിച്ച് പറയും, നമ്മളിപ്പോൾ നാളെ തന്നെ സംഖ്യയാക്കി കളയും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായി കളയും. അതാണ് ഇന്നത്തെ വിഷയം. കാരണം അത് കാരണമാണ് കുറെ പേര് ഇവിടെ നിന്ന് നാട് വിട്ട് പോകുന്നത്. കാരണം ഇവിടെ നമുക്ക് വ്യക്തമായിട്ടൊരു നിലപാടെടുക്കാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അവര് വിചാരിക്കുന്നിടത്ത് തന്നെ നമ്മൾ അതിനകത്ത് എത്തിപ്പെടണം. ആ രീതിയിലുള്ള ഒരു വാശിയും ദുർവാശിയും അതൊക്കെ കണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക്, കാരണം കഴിഞ്ഞ ആഴ്ച മൊത്തം നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പോൾ ഓരോ KS ചിത്രയോ അല്ലെങ്കിൽ ഓരോ MT അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് അവർക്ക് അവർ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ പറ്റുന്നില്ല. അതെ, ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവഹേളിക്കപ്പെടുന്നു. ഇന്നിപ്പോൾ G. സുധാകരൻ MT യെ വളരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ചു. MD കാണിക്കുന്നത് ഒരു ഷോയാണ്, MD ഇങ്ങനല്ല പ്രതികരിക്കേണ്ടത്. G. സുധാകരനെ പോലെ നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ് G. സുധാകരൻ, നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ്. പക്ഷേ MD യെ പോലെ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ പറയേണ്ട കാര്യമൊന്നും G. സുധാകരനില്ല. പക്ഷേ G. സുധാകരൻ പറഞ്ഞ ഉടനെ തന്നെ അതിനെ എതിർത്തുകൊണ്ട് സജി ചെറിയാൻ രംഗത്ത് വന്നു. അതിൻ്റെ അർത്ഥം സജി ചെറിയാൻ പിണറായിക്കെതിരെയാണെന്നാണോ അതോ ഇനി സുധാകരനെതിരെയാണെന്നാണോ? അതിൻ്റെ രാഷ്ട്രീയം വേറെ. കാരണം ആലപ്പുഴയിൽ സജി ചെറിയാൻ G. സുധാകരൻ ഉടക്കാണ്. സുധാകരനെ ഒതുക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സജി ചെറിയാനാണെന്നാണ് പറയപ്പെടുന്നത്, നമുക്കറിയില്ല. അപ്പം എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്നു. വ്യക്തിത്വങ്ങൾക്ക് അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റാതായിരിക്കുന്നു, കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാതായിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ഇല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു, നമ്മളവിടെ കാണുന്നു. അഭിപ്രായം പറഞ്ഞാൽ അന്നേരം സൈബർ അറ്റാക്ക് നടത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചടങ്ങിന് പോയാൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി വിളിച്ചിട്ട് ചടങ്ങിന് പോയി കഴിഞ്ഞാൽ ഉടനെ അയാൾ സംഖ്യയായി അല്ലെങ്കിൽ അയാൾ കൊങ്ങിയായി, അയാൾ ആ രീതിയിൽപ്പെട്ടവരായി അവരെ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉള്ള അറ്റാക്കാണ് നടക്കുന്നത്, ആക്രമണമാണ് നടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് എന്ന് ഓർക്കണം. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്ത് ആരും കണ്ടിട്ടില്ല. ഈ സൈബർ ഇടങ്ങളിൽ ഇത്രയും വലിയ വിഷം തുപ്പലുകൾ നമ്മൾ വേറെങ്ങും കണ്ടതായിട്ടോ കേട്ടതായിട്ടോ അറിവില്ല.
എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്നു, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. വ്യക്തികളെയും സംഘടനകളെയും അതുപോലെ ഗ്രൂപ്പുകളെയും ഒക്കെ എല്ലാത്തിനെയും അങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. രാഷ്ട്രീയമാണ്. എന്നാൽ രാഷ്ട്രീയം എന്താണ്, യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്, പൊതുപ്രവർത്തനം എന്താണ്, അതൊട്ട് അറിയില്ല. അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. ഏതാ അവരുടെ ഭാഷയിലുള്ള രാഷ്ട്രീയം അതെന്താണെന്ന് നമുക്കറിയാം. അതെ, അതുപോലെ തന്നെ ഇവിടെ വേറൊരു കേസ് ഇപ്പം ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തെ കുറിച്ച് പറയാതിരിക്കുമല്ലോ. ഇപ്പം ടി.എൻ. പ്രതാപൻ നമുക്കറിയാം, തൃശ്ശൂരിലെ മിക്കവാറും സുരേഷ് ഗോപി മത്സരിക്കുന്നെങ്കിൽ അതിന് എതിരാളിയായിട്ട് വരുന്ന ആൾ. അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്. അതായത് ഈ ഒരു പള്ളി സന്ദർശിച്ചത് മണിപ്പൂരിലെ പാപക്കറയൊക്കെ തള്ളിക്കൊണ്ട് ഇത് വന്നത് ഭയങ്കര ഷോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ആ ഒരു വിഷയം ഇവിടെ നടന്നത്? അതൊക്കെ സുരേഷ് ഗോപിയായിട്ട് എന്താണ് ബന്ധം? അതെന്തായാലും നരേന്ദ്രമോദി ആണെങ്കിൽ അതായിട്ട് കണക്ട് ചെയ്ത് പറയണം. ഇപ്പൊ വീണ്ടും അതെന്താണ് ഇവിടെ ചർച്ച ചെയ്ത് വീണ്ടും ഭിന്നിപ്പുണ്ടാക്കാനാണ് നോക്കുന്നത്. ഇങ്ങനത്തെ ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വർഗീയം കൊണ്ടുവന്നാൽ കാര്യം നടക്കും. കാരണം BJPക്കെതിരെ എപ്പോഴും കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് വർഗീയതകൾ. അല്ലാതെ നേട്ടങ്ങൾ അല്ലെങ്കിൽ കണക്കുകൾ വെച്ച് പറയട്ടെ ഇവിടത്തെ അങ്ങനെ പറഞ്ഞിട്ട് നേരിടാൻ പറ്റുമെങ്കിൽ നേരിടാം. ഇവിടെ പിണറായി വിജയനെയും മോദിയും വെച്ച് താരതമ്യപ്പെടുത്തിയിട്ട് അങ്ങനെ കൊണ്ടുവരട്ടെ, പ്രവർത്തനങ്ങൾ കൊണ്ടുവരട്ടെ, വികസന കാര്യങ്ങൾ കൊണ്ടുവരട്ടെ, അങ്ങനെ കൊണ്ടുവരട്ടെ. അല്ലാതെ വർഗീയ മാത്രം ടോപ്പിക് ആക്കി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. എല്ലാവർക്കും അവരേതായ ഒരു അജണ്ടയുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഉണ്ട്. ആ രീതിയിലോട്ട് പോവാതെ ഇവിടെ നമുക്ക് വേണ്ടത് ജനങ്ങൾക്ക് എന്ത് ഉപകാരപ്പെട്ടു, അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് നടക്കാൻ പോകുന്നത്, അങ്ങനെ കാര്യങ്ങൾ വികസന ചർച്ചകൾ വരട്ടെ. അതാണ് വേണ്ടത് ഇവിടെ. ഇപ്പൊ നീതി ആയോഗിന്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ തോത് എത്രയോ വർഷത്തെ 20 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയിരിക്കുന്നു എന്നുള്ള നീതി ആയോഗിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ നിരവധി പദ്ധതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ ഒരു കണക്ക് നീതി ആയോഗ് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രാപ്തമാകട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ, കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടക്കട്ടെ കാര്യങ്ങൾ. ഈ ടി.എൻ. പ്രതാപനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയുന്നത് പോലെ ഇതുപോലെ വർഗീയവൽക്കരിക്കുകയും എല്ലാത്തിനെയും മതത്തോടും ജാതിയോടും ചേർത്ത് വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു രാഷ്ട്രീയമാകും, എങ്ങനെ ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാകും? ജാതിയും മതവും ആർക്കും പറയാം. എല്ലാവരും അവരവരുടെ ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്നു, ജാതിയിൽ വിശ്വസിക്കുന്നു, ഒന്നിലും വിശ്വസിക്കാത്തവരുമുണ്ട്. അത് ചേർത്ത് പിടിച്ചുകൊണ്ട് BJPയെ ഒരു മതത്തോട് ചേർത്ത് കെട്ടാനുള്ള ശ്രമമാണ് കാലങ്ങളായി ഇവിടെ നടക്കുന്നത്. അത് ഒരു പരിധിവരെ നടപ്പിലാവില്ല എന്ന് മനസ്സിലായപ്പോൾ അതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് വീണ്ടും വീണ്ടും കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, പറഞ്ഞ് അവരുടെ തലയിൽ അടിച്ച് കയറ്റുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കത് വലിയ തോതിലുള്ള ശക്തമായ തിരിച്ചടികൾ ഭാവിയിൽ കിട്ടും. കാരണം ഇന്നത്തെ യുവതലമുറ ഈ ജാതിയും മതവും വെച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നവരൊന്നും അല്ല. എത്രയോ എത്തിയസ്റ്റുകളുണ്ട് BJP വിശ്വസിക്കുന്നവർ, എത്രയോ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങൾ അവർ നോക്കുന്നത് അതിനകത്തുള്ള പാർട്ടിയുടെ അടിസ്ഥാന തത്വത്തെ ആയിരിക്കില്ല, അവർ നടത്തിയ കാര്യങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങളായിരിക്കും. തീർച്ചയായിട്ടും ഒരു തികഞ്ഞ ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ, ഇടതുപക്ഷക്കാരന്റെ മകനായ ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അയാൾ പറയാം, BJPയുടെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ BJPക്കാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് അയാൾ പറയുന്നത്. അത് ആ വ്യക്തിപ്രഭാവം, മോദി എഫക്റ്റ് എന്ന് വേണേൽ പറയാം. മോദി എഫക്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 2024 തെരഞ്ഞെടുപ്പ് വരട്ടെ കണ്ടറിയാം. ആയിക്കോട്ടെ. കാരണം കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി. ഇവിടെ സുരേഷ് ഗോപി എന്ന ഒരു ബിംബം, അതിനെ തകർത്തെറിയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ ജയിക്കുമോ ജയിക്കാതിരിക്കുമോ, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വിടുക. ഒരു സാധാരണ വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും വിടുക. ഒരു സാധാരണ വ്യക്തി, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇത്തരത്തിൽ വേട്ടയാടുന്നത്, ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത്, ഇത്തരത്തിൽ അദ്ദേഹത്തോട് രാഷ്ട്രീയം വെച്ചുകൊണ്ട്, രാഷ്ട്രീയവും മതവും ഈ വർഗീയതയും വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള പ്രചാര വേലകൾ നടത്തുന്നത് തികച്ചും ബുദ്ധിശൂന്യമായ കാര്യമാണ്, വിവേകശൂന്യമായ കാര്യമാണ്. അത് ശക്തമായ തിരിച്ചടി അതിന് കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതെ, സുരേഷ് ഗോപിയുടെ നമ്മൾ ഇപ്പോൾ ചേട്ടാ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് കാരണം ഈ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്നതിന് മുൻപ് ആ ഒരു സമയത്ത് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കണ്ണിലുണ്ണിയായിരുന്നു. അതല്ല, ഈ ജനോപകാരമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ കോളീഷൻ പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ നാനാഭാഗം സ്റ്റാറ്റസ് കാണാറുള്ളത് സുരേഷ് ഗോപിയെ പുകഴ്ത്തി, അങ്ങനെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം എല്ലായിടത്തും പറഞ്ഞു നടക്കാറില്ല. പക്ഷെ ഇതിന് അർഹതപ്പെട്ടവരെല്ലാം തന്നെ സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹം ഈ ഒരു പാർട്ടിയുടെ പേരിലായതുകൊണ്ട് തന്നെ പലരും ഇതിനെ അടിച്ചമർന്ന് അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്യുന്നത് ആ രീതിയിലേക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുരേഷ് ഗോപി അന്നെങ്ങനെ ഇന്നെങ്ങനെ, ഒരു പാർട്ടിയിൽ വന്നപ്പോഴെങ്ങനെ, അതിന് മുന്നേ എങ്ങനെ, അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനകത്ത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മാറിയിട്ടില്ല, പക്ഷെ ഇവിടെയുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറി, മാറ്റി എന്ന് പറയാം. കാഴ്ചപ്പാട് മാറ്റി അല്ല, അത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ആ കാഴ്ചപ്പാട് മാറിയത്. കാഴ്ചപ്പാട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ അതിൽ വർഗീയതയും മതവും കലർത്തിക്കൊണ്ട് സുരേഷ് ഗോപി ഒരു വർഗീയ ചിന്തകനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം BJPയുടെ കൂടെയാണ്. അപ്പോൾ BJPയെ ഈ വർഗീയത്തിൻ്റെ തൊഴുത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്നവരെല്ലാം വർഗീയവാദികളായിക്കൊള്ളുമല്ലോ. അത്തരത്തിൽ കാരണം കേരളത്തിൽ ഒരു വേള BJPക്ക് ഭരണം പിടിക്കാനോ അല്ലെങ്കിൽ BJPക്ക് സീറ്റുകൾ നേടാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കാം. വരും കാലങ്ങളിൽ ചിലപ്പോൾ അത് സാധിച്ചേക്കാം. എന്നാൽ പോലും ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ, ഒരു സംഘടനയൊക്കെ തന്നെ ഇത്തരത്തിൽ ഇകഴ്ത്തുന്നത്, ഇത്തരത്തിൽ തരം താഴ്ത്തുന്നത് അത് ഒരു ജനാധിപത്യ മര്യാദയല്ല, ഒരിക്കലുമല്ല. നമുക്കത് അംഗീകരിക്കാൻ പ്രയാസമാണ് ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന്.
അദ്ദേഹം മത്സരിച്ചോട്ടെ, അദ്ദേഹം ജയിച്ചോട്ടെ, തോറ്റോട്ടെ, അദ്ദേഹം മകളുടെ വിവാഹം നടത്തിക്കോട്ടെ, പ്രധാനമന്ത്രി വന്നോട്ടെ, രാഷ്ട്രപതി വന്നോട്ടെ, മുഖ്യമന്ത്രി വന്നോട്ടെ, ആര് വന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ആ ഒരു വ്യക്തിയെ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കരുതിക്കൂട്ടി ആക്രമിക്കുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. അത് ഈ മാതാവിന്റെ തലയിൽ കിരീടം ചൂടിച്ചതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്താലും അതിനകത്തൊരു ഫോൾട്ട് കാണുക. അല്ല, രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ, രാഷ്ട്രീയ നിലപാട് ചർച്ച ചെയ്യട്ടെ, അല്ലാതെ ഇതുപോലത്തെ പേഴ്സണൽ കാര്യങ്ങളല്ലോ. വീട്ടിൽ കയറിയിട്ടല്ലോ ഇങ്ങനെ ഇത് പരിപാടി. ഒരു രാഷ്ട്രീയമുണ്ട്. അതെ, അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകയോട് അവരുടെ തോളിൽ നിന്ന് കൈവച്ചു. അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാക്കി. അതായത് അദ്ദേഹം എന്ത് ചെയ്താലും അതിനെ ഈ രീതിയിൽ ഒന്നില്ലെങ്കിൽ അപഹസിക്കാൻ, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ, കളിയാക്കാൻ, അദ്ദേഹത്തെ വിമർശിക്കാൻ, അദ്ദേഹത്തെ പല രീതിയിൽ ആക്രമിക്കാനൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ചെയ്തികളും ഓരോ പ്രവർത്തികളും എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് കുറേ ട്രോൾ അടിച്ചുവിടാനായിട്ട് കുറേ കമ്മ്യൂണിറ്റികളുമുണ്ട്. ആയിക്കോട്ടെ, ട്രോളൊക്കെ നല്ലത് തന്നെ, ആക്ഷേപഹാസ്യത്തെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ വർഗീയതയും മതനിരപേക്ഷതയും തമ്മിലുള്ള ആ ഒരു യുദ്ധം പോലെ ഇതിനെ മാറ്റുകയാണ്. മതനിരപേക്ഷ കേരളം എന്ന് പറയുന്നു, അപ്പോൾ ഇത്തരക്കാർ വർഗീയവാദികളാണ്, മോദിയുടെ വർഗീയതയെ പറ്റി പറയുന്നു, അതിനൊപ്പമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വേറൊരു കോമഡി ഉണ്ട്, എനിക്ക് ഇന്നലെ കേട്ടൊരു കോമഡി. അതായത് എന്തെങ്കിലും പറയുമ്പോൾ ഇവർ പറയുന്നത് പിണറായി സഖാവിന്റെ മകളെ പറയാമെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിയുടെ മകളെ പറയാം എന്നുള്ളൊരു വിശദീകരണം. പിണറായിയുടെ മകളെ ചെയ്ത പോലെയാണോ സുരേഷ് ഗോപിയുടെ മകൾ ഒന്നും ഇതുപോലത്തെ ഈ എക്സാലോജിക്കിന് ഡയനുമായിട്ട് ആർക്ക് വേണ്ടി ഇങ്ങനെ കള്ളം ഇത് ചെയ്തിട്ടൊന്നുമില്ല. അവർ ആരോപണം നേരിടുന്നില്ല, അന്വേഷണം നേരിടുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ചർച്ച ചെയ്യണം. അവിടെ ചർച്ച ചെയ്തേ പറ്റൂ. കാരണം മകളുടെ കേസ് ഇങ്ങനെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണ്ടേ. പിന്നെ അവിടെ സുരേഷ് ഗോപിയുടെ മകളുടെ പേരിലാണ് നമ്മൾ ചർച്ച ചെയ്യും, അല്ലേ? അതെ, ആരുടെ മകളായാലും മകനായാലും തെറ്റുകൾ, അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് 1,72,00,000 രൂപ CMR-ൽ നിന്ന് വാങ്ങിയത് മാത്രമല്ല, കള്ളപ്പണയുടെ പാടുണ്ടെന്ന് കേൾക്കുന്നു, അഴിമതി പലതും അതിനകത്ത് കേൾക്കുന്നു. ഈ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയം മാത്രമല്ല ED-യും CBI-യും കൂടെ വരാനുള്ള സാധ്യത ഇന്നലെ ചൂണ്ടിക്കാട്ടപ്പെട്ടു. അപ്പോഴൊക്കെ തന്നെ ഇത് പ്രതികാര രാഷ്ട്രീയത്തിന്റെ കഥയാണെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ മാഷ് കുറെ വിശദീകരണം നൽകി. വിശദീകരണം കൊടുക്കട്ടെ, അന്വേഷണത്തെ നേരിടട്ടെ, നേരിട്ട് അഗ്നിശുദ്ധി വരുത്തി പിണറായിയുടെ മകളല്ല ആരായാലും പുറത്തു വരട്ടെ. തെറ്റ് ചെയ്യാത്തവർക്ക് ഒരു കുഴപ്പവുമില്ലാതെ, മടിയിൽ കനമില്ലാത്തവർക്ക് വഴിയിൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതെ, ഞാൻ അറിയാതെ, കാരണം രാഷ്ട്രീയം നോക്കുമ്പോൾ അങ്ങനെയാണ് നോക്കുക. അവിടെ അവർക്കുള്ള വിശദീകരണം കൂടെയാണ്. കാരണം പിണറായിയുടെ മകൾ എന്താണ് ചെയ്തത്, സുരേഷ് ഗോപിയുടെ മകൾ എന്താണ് ചെയ്തത്, അതാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാണ്ട് അതുകൊണ്ട് മാത്രമായിട്ട് സുരേഷ് ഗോപിയുടെ മകൾ ഇത് അർഹതപ്പെട്ടതാണെന്ന് അടിച്ചേൽപ്പിക്കുന്നത് ഒട്ടും ശരിയല്ലാന്നാണ് ഞാൻ പറയുന്നത്. അത് തന്നെ. എന്തായാലും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം പല രീതിയിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ ഒക്കെ തന്നെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ ഒരു ജനഹിതമായ ഒരവസ്ഥയിലേക്ക് പരസ്പര സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും രാഷ്ട്രീയം, നന്മയുടെ രാഷ്ട്രീയം, അതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത്. ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളുടെയും ഒരാളുടെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാസ ചുവ കലർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒന്നുമല്ല നമ്മൾ രാഷ്ട്രീയ ധാർമ്മികത കാണിക്കേണ്ടത്. നമ്മൾ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയാവണം, നാടിന് വേണ്ടിയാകണം. മതവും ജാതിയും ചേർത്ത് വെച്ചുള്ള പൊതുപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം ഒരിക്കലും അംഗീകരിക്കാൻ ഒരു സമൂഹത്തിന് കഴിയില്ല, അല്ലേ ചേർത്ത്? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.